പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട. നല്ലോണം ആലോചിച്ചിട്ട് മതി. കുഞ്ഞനന്ദൻ നായരുടെ അടുത്ത് ഇടപാടുകൾക്ക് സമീപിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതാ എന്റെ നമ്പർ. ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. അവിടെ വെച്ച് എല്ലാം തീർക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. തോമസ് കല്ലൂർ. അപ്പോ നിന്റെ ഇഷ്ടം പോലെ തന്നെ ആയില്ലേ കാര്യങ്ങള്? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ അന്ന് ആ കല്യാണാലോചന വന്നപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞ എന്തിനാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതൊന്നല്ല കേട്ടോ. അത് പിന്നെ അമ്മൂന് രഘുവേട്ടന് വേണ്ടി തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് വിശ്വാസം വരുന്നില്ല. എന്നെ അമ്മൂന് വിശ്വാസമില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ശ്രീദേവി. പക്ഷെ അതൊന്നും നടക്കും തോന്നുന്നില്ല. അച്ഛനും ഏട്ടനും സമ്മതിക്കും തോന്നുന്നുണ്ടോ? എന്റെ അമ്മയുടെ ഗതി തന്നെയാവും ഇനി എനിക്ക്. പിന്നെ നീ എന്താ കണ്ടിരിക്കണേ? രഘുവേട്ടൻ വിളിച്ചാ ഞാൻ എങ്ങോട്ടാണെങ്കിലും പോവും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാ മതി. എനിക്ക് പേടി അവിടെ ജീവിക്കാൻ. അവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒക്കെ ശരിയാവും. ഞാൻ രഘുവേട്ടനോട് പറയാം. ഇവിടെ കാറ് കൊളിച്ച് കുട്ടപ്പനായില്ലല്ലോ. കാറ് കാണാൻ വന്നവരാ. ഇപ്പൊ നിങ്ങളെത്തുകാരല്ലോ മോനെ ചേട്ടൻ. അത് പെണ്ണ് കാണാൻ വന്നവരാ. ആ മഠത്തിൽ വീട്ടുകാരെ പറ്റി ഞാൻ പറയാണ്ടെന്നെ ഭവൻ എനിക്കറിയാലോ. ഇത് ശ്രീദേവിയുടെ ഭാഗ്യാണെന്ന് കരുതിയാൽ മതി. ചെറുക്കന് ശ്രീദേവിയെ പണ്ടേ ഇഷ്ടാത്രേ. ആർക്കാ ഇതൊക്കെ അറിയാം. ചെക്കന് എന്ത് ഏർപ്പാടെന്നാ പറഞ്ഞു? നമ്മുടെ കടവത്തങ്ങാടിയിലെ പലചരക്ക് കട. നല്ല മിടുക്കനാ. അത്രയായി അധ്വാനിക്കും. പിന്നെ അവർക്ക് കാശിന് പഞ്ഞനായിട്ടൊന്നും അല്ല. എന്നാലും നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാപ്പോരെ മാഷേ. ഒതുങ്ങണത് തന്നെയായത്. അല്ലാതെ ഞാൻ കൊണ്ടുവരുമോ? അവര് ചോദിക്കണത് 50 പവനും 50,000 രൂപയാണ്. ഈ കാലത്ത് ഒരു സംഖ്യ അല്ലെന്ന് അറിയാലോ. 50 പവനും 50,000 രൂപയും. പിന്നെ കല്യാണ ചെലവ് വേറെ. ചെമ്പകശ്ശേരിക്കാരനല്ലേ? ഏയ്, ഞാൻ വെള്ളന്നൂര് പുഷ്പാങ്കദൻ. ഈ പഴയ വണ്ടി വെച്ചൊരു 1000 വാങ്ങുന്ന രഘുവിനൊരാശ. അപ്പൊ ഞാൻ പറഞ്ഞൊരു ബസ്സല്ലേ നല്ലതെന്ന്. അതാവുമ്പോ നാട്ടുകാർക്ക് ഒരു ഉപകാരമായല്ലോ. ഈ വണ്ടി വിൽക്കുന്ന കേട്ടപ്പോ ലോനം വെച്ചാണ്ട് ഇത് വാങ്ങിയേ പറ്റൂ. അത്രയ്ക്ക് നല്ല കണ്ടീഷനാണ്. അല്ലേ മിസ്റ്റർ ഡ്രൈവർ? എന്ത് വില കൊടുത്തും വണ്ടി വാങ്ങുന്നു പറഞ്ഞ് ലോനപ്പം പറയാൻ നടക്കാ. 2 വീലർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അവര് പറയാ വണ്ടി മാത്രം പോരാ, വണ്ടിയുടെ ഡ്രൈവർ കൂടി വേണമെന്ന്. എന്തേ? അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വിവരങ്ങളൊക്കെ മാഷിന്റെ അടുത്ത് അറിയിക്കാം. എന്നാ ശരി. അസല് വണ്ടി അവയാ കച്ചവടം ആയിക്കോളൂ. അവര് ബസ് എടുക്കാൻ പോവാ. ബസ്സാ? അമ്മ അവർക്ക് വാക്കുകൊടുത്ത സ്ഥിതിക്ക് രഘുവിനെ നടത്തി കൊടുക്ക വേണ്ടേ? അമ്മ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളും. ശ്രീദേവിക്ക് അയാളെ ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞ. ഇതിൽ നല്ല ബന്ധങ്ങൾ വേറെ വരും. അപ്പൊ നോക്കാം. അയാൾക്ക് എന്തോ ഒരു കുറവ്. ശ്രീദേവി അയാളെ പൊന്നു പോലെ നോക്കും. അമ്മൂന് ഈ കല്യാണം നടത്തണമെന്ന് അത്ര വാശി. അത് പിന്നെ രഘുവേട്ടൻ ഫ്രീ ആയല്ലോ. ഞാൻ അല്ലെങ്കിലും ഫ്രീ അല്ലേ? അങ്ങനെ ഫ്രീ ആയി നടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അതെന്താ? ഈ രഘുവേട്ടൻ ഒരു പൊട്ടനാ. ഞാൻ പോണു. അച്ഛൻ തിരക്കണുണ്ടാവും. അതെ, നിന്റെ അച്ഛൻ ഇന്നലെ ഒരു കേസിലാ വക്കീലിനെ വിട്ടിരുന്നു എന്റെ അടുത്തേക്ക്. എന്തിന്? നിന്നെ കെട്ടിച്ചേർന്നവരെ ആലോചിക്കാനാ. അതിനെന്തിനാ വക്കീല്? അത് നിന്നെയും കൊണ്ട് ഒളിച്ചോടിപ്പോയ തൂക്കിക്കൊല്ലിക്കൂന്ന് പറയാൻ. അച്ഛൻ അത് ചെയ്യാനും മടിക്കില്ല. ഞാൻ വെറുതെ പറഞ്ഞാണ് എന്റെ അമ്മക്കുട്ടി. എന്തോ ആധാരത്തിൽ ഒപ്പിടുന്ന കാര്യം പറയാൻ അയാൾ വന്നത്. എന്നിട്ട് ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനും മടിക്കാത്ത ആളാ. അച്ഛനെ പിണക്കണ്ടോ? അച്ഛനെ പിണക്കണ്ടാട്ടാ. നിന്റെ അച്ഛൻ മാത്രം ഒരു ഭയങ്കര. പോയി വേറെ വല്ല പണി നോക്കാൻ പറയണേ നിന്റെ അച്ഛൻ കുഞ്ഞനന്തനോട്. കെട്ടിപ്പിടിച്ചത് ഉമ്മൊന്നും അത് കഴിച്ചു നമ്മള്. എന്താളിയാ? അല്ല റൊമാൻസാ? ഒന്നുമില്ലാണ്ട് ഞാൻ വെറുതെ അവിടെ കേരളീയ വണ്ടിയില് അവിടെ അല്ല ഇവിടെ മുമ്പിൽ കയറും അട്ടി കൊടുത്തിട്ടോ. ഞാൻ കണ്ടു. വേണമെങ്കിൽ ടാറ്റ കൊടുത്തോ. അമ്മ ഉറങ്ങിയില്ലേ? നീ എവിടെയായിരുന്നു? ഇരിക്ക്. പുഷ്പാങ്കദം പറഞ്ഞു നീ വാർണിയുടെ കടയുടെ അവിടെ ഇറങ്ങിന്ന്. ഞാൻ വെറുതെ ഒന്ന് കറങ്ങി. മാഷ് വന്നിരുന്നു. ജാതകം നല്ല ചേർച്ചയാത്രേ. എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ അവര് പറയണം. നമുക്ക് ആലോചിക്കാം.
ആലോചിക്കാന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാ എങ്ങനെയാ മോനെ? രാഘവ പണിക്കര് അവളുടെ ജാതകം നോക്കിട്ട് പറഞ്ഞത് ഈ വരുന്ന ചിങ്ങത്തിന് മുമ്പ് ഇത് നടന്നില്ല എന്ന് വെച്ചാ പിന്നെ 6-7 കൊല്ലം കഴിഞ്ഞിട്ട് അവക്ക് യോഗമുള്ളൂന്നാ. കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു മുൻകരുതലും ഇല്ലാതെ അവളുടെ പ്രായത്തിലുള്ള പലരുടെയും കല്യാണം കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ 1ാമതായി പാസ്സായത് അവള്. കോളേജിൽ പോവാൻ എന്തു മോഹമായിരുന്നു. മറ്റുള്ള കുട്ടികളൊക്കെ കോളേജിൽ പോകുമ്പോ അവളിവിടെ കരിയും പുകയും പിടിച്ചു നിന്നു. ഇപ്പോ അവക്ക് ഇഷ്ടപ്പെട്ട ഒരാലോചന വന്നപ്പോ നമ്മളായിട്ട് ഞാൻ തടസ്സം പറഞ്ഞല്ലമ്മേ. ഞാൻ നിനക്ക് പ്രയാസം ഉണ്ടാക്കാൻ പറയല്ല. നിനക്കും ഒരു കുടുംബമൊക്കെ വേണമെന്ന് എനിക്കറിയാം. നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് എന്ത് ചെയ്യണമെന്ന് ഞാനെങ്ങനെ പറയാ? ഞാനൊരമ്മയാ. എനിക്ക് പ്രായമായി വരിക. എന്റെ മോളിങ്ങനെ നിന്നുപോയാൽ നീ ഉറങ്ങിയില്ലേ? ഏട്ടന് ഞാനൊരു ബുദ്ധിമുട്ടായോ? നീ എന്താ അങ്ങനെ പറഞ്ഞ? അമ്മ പറയണ പോലെ എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഏട്ടന്റെ മനസ്സ് എനിക്കറിയാം. ഇത്രയും നാളില്ലാത്ത ഏട്ടന് കിട്ടിയപ്പോ എനിക്കത് മതി. മോളെ ഒന്നും മനഃപൂർവ്വമല്ല. ഞാൻ നിനക്ക് എന്താ ഇഷ്ടം വെച്ചാ നിന്റെ ഈ രഘുട്ടം നടത്തി തരും. കരയരുത്. നിന്റെ ഏട്ടനാ പറയണത്. കരയല്ലേ? എന്താ ഇത്? കരയല്ലേ മോളെ? അയ്യേ മോളെ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. അയ്യേ കരയില്ലടാ.